ഹായ് കൂട്ടുകാരെ, ലൈവ് ബൈ നിമിഷയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഏകദേശം പടം കണ്ടപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, ചക്കക്കുരുവാണ്. ചക്കക്കുരു കൊണ്ട് നമുക്ക് പല വിഭവങ്ങൾ ഉണ്ടാക്കാം, കറികൾ വയ്ക്കാം, പലതും ചെയ്യാറുണ്ട്. പക്ഷേ ചക്കക്കുരു കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന പുതിയൊരു സ്നാക്കാണിത്. ഞാൻ ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറയണത്. സാധാരണ എല്ലാവരും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ചക്കക്കുരു കുറച്ച് നാളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊരു മൂലയിൽ കരി പിടിച്ച് കിടക്കും. നമുക്കിതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. നമുക്ക് ഓവണിൽ വേണമെങ്കിൽ വറുത്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ചട്ടിയിലിട്ട് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓവണിലാണ് അതൊന്ന് വറുത്തിങ്ങനെ മുരിച്ചെടുത്തേക്കണത്. അത് നല്ല ചൂടാക്കി ക്രിസ്പി ആക്കണം, നല്ല കരകരാന്നുള്ള സൗണ്ടൊക്കെ വരുന്നില്ലേ. അതിനുശേഷം നമുക്ക് അതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതായത് ആദ്യം നമുക്കൊന്ന് ഇടിക്കുക, ഇടികല്ലിയിലൊക്കെ നമുക്കൊന്ന് ഇടിക്കണം. കാരണം നമ്മളെടുക്കുന്നത് നല്ല മുരിഞ്ഞിട്ടുണ്ടല്ലോ ചക്കക്കുരു, അപ്പോൾ അതെന്തുണ്ടായിരിക്കും, ആ ചക്കക്കുരുവിന് നമുക്ക് മിക്സിയിലിട്ടിട്ട് ആ മിക്സിയെ നമുക്ക് കംപ്ലൈൻ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ നമുക്കിത് ചെറുതായി ഒന്ന് ഇടിച്ചതിന് ശേഷം നമുക്ക് മിക്സിയിലേക്ക് ഇടാം. അപ്പോൾ കൂടുതൽ എളുപ്പത്തിൽ നമുക്കത് പൊടിഞ്ഞ് കിട്ടാൻ സഹായിക്കും. നന്നായി പൊടിയണതാണ് നല്ലത് ചക്കക്കുരുവിൻ്റെത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്ന് എടുത്തത്. എല്ലാവരും ചതച്ചെടുക്കുക, എന്നിട്ട് അത് നമ്മളത് ചെയ്ത് വെക്കണം. അതാണ് കൂടുതൽ നല്ലത് അതാണ്. മിക്സിയിൽ ഡയറക്റ്റ് അടിക്കുന്ന ചില മിക്സികൾക്ക് വലിയ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നീട് ഞാൻ എന്ത് ചെയ്തു, ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് അരി, നമ്മൾ ചോറ് വയ്ക്കുന്ന അരി, ഞാനിപ്പോൾ ഇത്തിരി കൂടുതൽ അരി എടുത്തിട്ടുണ്ട്. ഇത്രയ്ക്കൊന്നും എടുക്കണ്ട കേട്ടോ, കുറച്ചെടുത്താൽ മതി. കുറച്ച് അരി എടുത്ത് വയ്ക്കുക, അത് വറക്കാം, നമ്മളൊന്ന് ചൂടാക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, നമുക്കിഷ്ടം ഇതിൻ്റെ ടേസ്റ്റ് കൂടാനാണ് നമ്മൾ തേങ്ങ ചേർക്കും. അപ്പം ഞാനും വിചാരിച്ചു നമുക്കൊന്ന് തേങ്ങ ചേർക്കണതാണ് നല്ലതെന്ന്. അതുകൊണ്ട് തന്നെ ഞാനും കുറച്ച് തേങ്ങ എടുത്ത് ഇതിലേക്ക് ചേർക്കാണ്. അങ്ങനെ അത് രണ്ടും കൂടി നമുക്ക് നല്ലൊരു മുരിഞ്ഞ് വരുന്നൊരു ഇത്, അരി വറക്കുമ്പോൾ നമുക്കറിയാമല്ലോ മുരിവ്, ആ ഒരു പാകമാകുമ്പോൾ നമ്മൾക്കതും ഒന്ന് ചൂടാറാൻ വെക്കണം. ഇതൊക്കെ ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതാക്കണം. അപ്പോൾ നമ്മുടെ ചക്കക്കുരുവിൻ്റെ പൊടിയിലേക്ക് നമ്മൾ കുറച്ച് എള്ള് ചേർത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ പൊടിയും കൂടി പൊടിച്ചത് നമ്മൾ ചേർത്തു. ഇതിനോടൊപ്പം ഞാൻ ഒരു സ്വല്പം ഉപ്പും അതുപോലെ ഇത്തിരി ഏലക്കായും കൂടി ഞാൻ പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൽ കാണിക്കാൻ വിട്ടുപോയെന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് നല്ല കട്ടിയായിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത്തിരി ലൂസാക്കിയിട്ട് ചൂടായിട്ടുള്ള തന്നെ ഒഴിച്ചു. ചെറു ചൂടോടെയാണ് ഞാനിത് കുഴച്ചത്. ആദ്യം ഞാൻ കയ്യിൽ വെച്ച് കുഴച്ച് ചൂടുള്ള കാരണമായിട്ടാണ്. അത് ഇത്തിരി ചൂടൊക്കെ കുറഞ്ഞപ്പോൾ ഞാൻ കൈ കൊണ്ട് നന്നായി കുഴച്ചു. ഒരുപാട് ചൂടുള്ളതൊന്നും വേണമെന്നില്ല ഇതിന്. എന്നിട്ട് നമ്മൾ നന്നായി കുഴച്ച് അത് മിക്സ് ചെയ്ത് നല്ല കുഴച്ചിട്ട് അതിന് ശേഷം നമുക്ക് അതിനെ ഉണ്ട പിടിക്കണം. ചെറിയ ചെറിയ ഉണ്ടകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ അരി ഉണ്ട ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ വേറൊരിത്, നമുക്ക് ഈ വേണമെങ്കിൽ അരിക്ക് പകരം നമുക്ക് ബദാം ചേർക്കാം, അതുമാതിരി കപ്പലണ്ടി ചേർക്കാം, നമുക്കിഷ്ടമുള്ള ഏത് ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് ഇതിനോട് കൂടെ ചേർക്കാം. അങ്ങനെ നമ്മളിത് ചെറിയ ഉണ്ട പിടിക്കുകയാണ്, ക്രാക്കൊന്നും വീഴാണ്ട് നമ്മൾ പിടിക്കുക. നന്നായി പിടിക്കാൻ പറ്റുമോ അത് കേട്ടോ, നല്ല രസമായിട്ട് ഉണ്ട പിടിക്കാൻ പറ്റും. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഉണ്ടകളാണ് ഞാൻ പിടിച്ചത്. ചക്കക്കുരുവിന് നമ്മളെ പറയാതെ നമുക്കൊരുപാട് ഗുണങ്ങളുണ്ട് ആരോഗ്യപരമായിട്ട്. ഇന്ന് ഒരുപാട് ആൾക്കാർ ചക്കക്കുരുവിൻ്റെ പല പല കാര്യങ്ങൾ ചെയ്യുന്നത് ആ ചക്കക്കുരുവിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് ഒരുപാട് പോഷകാംശങ്ങൾ ലഭിക്കുന്നുള്ളത് കൊണ്ടാണ്. പല രോഗങ്ങൾക്കും തടയാനും ചക്കക്കുരു ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചക്കക്കുരു നമ്മളിത് പിടിച്ചതിന് ശേഷം നമ്മൾ ഈ ഉണ്ടകളൊക്കെ ഉണ്ടാക്കി നമ്മൾ വെച്ചാൽ നമുക്ക് കുറച്ച് ദിവസമൊക്കെ ഇത് ഇരിക്കുന്നുണ്ടോ, നമ്മുടെ ചെറിയ കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെക്കാം. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2-3 ദിവസമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉച്ചതിരിയുമ്പോൾ കൊച്ചുങ്ങൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വലിയവർക്കായാലും ഇടയ്ക്ക് ഒന്ന് കഴിക്കാനൊക്കെ നല്ലതാണ്. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ, പറയാതെ വയ്യ. നല്ല ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഈ ചക്കക്കുരുവിൻ്റെ ഉണ്ട ഞാൻ വേഗം ഉരുട്ടി വെക്കട്ടെ കേട്ടോ. അത് ഉരുട്ടി വെച്ചാലാണല്ലോ നിങ്ങളുടെ അടുത്തേക്ക് വേഗം കാണിക്കാൻ പറ്റുള്ളൂ. കണ്ടോ, ഞാൻ എത്ര ചക്കക്കുരുവിൻ്റെ ഉണ്ടയാണ് ഉണ്ടാക്കിയേക്കണേന്നുള്ളത്. എന്ത് ടേസ്റ്റാണെന്നറിയോ, പറയാതെ വയ്യ. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിക്കോളൂ, അത്ര സോഫ്റ്റാണത്. അതുണ്ടാക്കി നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ എന്താ പറയുക, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാകുമ്പോൾ പുതിയതായി ചെയ്യുമ്പോൾ അതിനൊരു ഇഷ്ടം ഉണ്ടാവില്ല വീട്ടിലെല്ലാവർക്കും. നമ്മൾക്ക് ഒരു വിരലുകൊണ്ട് പോലും നമുക്കതെടുത്താൽ പൊട്ടിക്കാൻ പറ്റും. അതുവരെ ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും ഉണ്ടാക്കും. പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് ശരിയായിട്ടില്ലെങ്കിൽ അതൊക്കെ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിലിടണം. പിന്നെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണം. പിന്നെ ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുമാതിരി എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ് ചെയ്യണം. അതുപോലെ ഇത് ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല നല്ല കാര്യങ്ങളാണല്ലോ ചെയ്തിരിക്കുന്നത് നമ്മൾ. അപ്പോൾ ഇത് ഇഷ്ടപ്പെടാമല്ലോ. സാധാരണ ഒരു വീട്ടമ്മമാർക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യുന്നു. ഇപ്പോൾ ഈ ഒരു ചക്ക കാലഘട്ടത്തിൽ നമുക്കിത് ഒരിക്കലും ഒഴിച്ചുകൂടാനാകാത്തതാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്.